എല്ലാ വർഷവും ഈ സെയിം പാറ്റേൺ തന്നെ. ജൂൺ 1 സ്കൂൾ തുറക്കുന്നു, ജൂൺ 3, 4 ഒക്കെ ആകുമ്പോഴേക്കും പനി, ചുമ, ജലദോഷം, പിന്നെ സ്കൂൾ ലീവ് ആക്കേണ്ടി വരുന്നു. ഇത് കാരണം പല പാരൻസും വറീഡാണ്, എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞത് കൊണ്ടാണോ ഇത് സംഭവിക്കുന്നത് എന്നൊക്കെ. ഒരിക്കലുമല്ല. ഇതിന് പിന്നിൽ സയൻറ്റിഫിക് ബേസിസ് ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. വെക്കേഷൻ കാലത്ത് കുട്ടികൾ കൂടുതൽ സമയം അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. 4 ചുവരുകൾ, ഒരേ കുടുംബാംഗങ്ങൾ, ലിമിറ്റഡ് ആയിട്ടുള്ള രോഗാണുക്കളുമായിട്ട് മാത്രമേ അവർക്ക് കോണ്ടാക്റ്റ് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വിശ്രമത്തിലായിരിക്കും. എന്നാൽ സ്കൂൾ തുറന്ന ഉടനെ ഒരു കുട്ടി കയറി ചെല്ലുന്നത് 30-40 കുട്ടികളുള്ള ക്ലാസ് റൂമിലേക്കായിരിക്കും. ഓരോ കുട്ടിയും വെവ്വേറെ വീടുകളിൽ നിന്നും വെവ്വേറെ നാട്ടിൽ നിന്നുമായിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ മിക്സിംഗ് എഫക്റ്റ് എന്ന് പറയുക. ഇത്രയധികം രോഗാണുക്കളെ മാനേജ് ചെയ്യാൻ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം റെഡി ആയിരിക്കില്ല. അതുകൊണ്ട് ഇൻഫെക്ഷൻസ് വരിക എന്നാൽ സ്വാഭാവികമാണ്. രണ്ടാമതായി, മൺസൂൺ കാലത്ത് ഹ്യൂമിഡിറ്റി വളരെ അധികമായിരിക്കും. വായുവിൽ വൈറസുകൾ കൂടുതൽ സമയം ജീവനോടെ നിൽക്കുകയും ഇൻഫെക്ഷൻസ് പെട്ടെന്ന് പടരുകയും ചെയ്യും. അടച്ചിട്ട ക്ലാസ് മുറി, നനഞ്ഞ യൂണിഫോം, കൊട, ഇതൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷ വൈറസുകൾ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യാനുള്ള അന്തരീക്ഷമാണ്. മൂന്നാമത്തെ കാര്യം പല പാരൻസും ശ്രദ്ധിക്കാത്തതാണ്, ഉറക്കക്കുറവും സ്ട്രെസ്സും. വെക്കേഷൻ സമയത്ത് റിലാക്സ്ഡായി കൂടുതൽ സമയം ഉറങ്ങിയിരുന്ന കുട്ടികൾ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ അതിരാവിലെ എഴുന്നേൽക്കുകയും സ്കൂളിലേക്ക് റെഡിയാവാനുള്ള സ്ട്രെസ്സിലുമായിരിക്കും. ഇതിൻ്റെ ഭാഗമായി അവരുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ ലെവൽസ് കൂടുന്നു. ഇത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ താൽക്കാലികമായെങ്കിലും ഒന്ന് സപ്രസ് ചെയ്യുന്നു. അതുമൂലം തന്നെ ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊക്കെയാണെങ്കിലും ഇതിനൊരു മറുപുറമുണ്ട്. ഇത്തരം ചെറിയ ചെറിയ ഇൻഫെക്ഷൻസിലൂടെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഈ വൈറസുകളെ നേരിടാൻ വേണ്ടി ട്രെയിൻ ചെയ്യപ്പെടുകയാണ്. ഭാവിയിൽ ഈ ഇൻഫെക്ഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇത്തരം രോഗാണുക്കളെ ഫലപ്രദമായി തടയുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം ചെറിയ ചെറിയ ഇൻഫെക്ഷൻസിനെ ഭയക്കേണ്ടതില്ല. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യാം.